ആരബെല്ലയുടെ നിർദ്ദേശപ്രകാരം അവരുടെ അഭിഭാഷകർ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു കൊടുത്തതിനാൽ ഡയാനാസ് ഗ്രോവുമായി ബന്ധപ്പെട്ട കൈമാറ്റത്തിന്റെ രേഖകൾ ആദമിന്റെ കയ്യിലെത്താൻ വലിയ താമസമുണ്ടായില്ല. അതുകൊണ്ടുതന്നെ മിസ്റ്റർ നഥാനിയേലുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആദം തന്റെ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിച്ചത് തന്റെ കർമ്മപദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമായിരുന്നു. പാതാളക്കിണർ മൂടുന്നതിനാവശ്യമായ ചൊരിമണൽ സംഭരിക്കുന്നതിനായി നോക്കത്താ ദൂരത്തോളം പടർന്നു കിടന്ന ഡയാനാസ് ഗ്രോവിലെ ഭൂമിയിലെ കാടും പടലുമെല്ലാം വെട്ടിവെടിപ്പാക്കാൻ ആദം തന്റെ കാര്യസ്ഥന് നിർദ്ദേശം നൽകിയതിനാൽ അയാൾ അതെല്ലാം വളരെ വേഗം ഭംഗിയായി തന്നെ നിർവഹിച്ചു. അതിനെ തുടർന്ന് വെലിഷ്യ പ്രദേശത്തെ കടൽക്കരയിൽ നിന്നും ആവശ്യത്തിന് മണൽ ശേഖരിച്ച് ഗ്രോവിൽ സംഭരിച്ചു. ഡയാനാസ് ഗ്രോവിലെ മുറ്റത്തും പരിസരത്തും വിരിച്ച് അവിടെ വൃത്തിയാക്കാനാണ് ഈ മണലെന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചു. അതിനുമപ്പുറമൊന്നും ചിന്തിക്കാൻ അവർക്കാവില്ലായിരുന്നു. ആദമിന്റെ ഈ വക പ്രവൃത്തികളുടെ ഗൂഢോദ്ദേശം മനസ്സിലാക്കാനാവുമായിരുന്ന ലേഡി ആരബെല്ല ഈ സമയമത്രയും എഡ്ഗാർ കാസ്വാളുമായുള്ള തന്റെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളിൽ മുഴുകി കഴിയുകയുമായിരുന്നു. ഡയാനാസ് ഗ്രോവിന്റെ പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്ത് നൽകിയിരുന്നുവെങ്കിലും വീട് ഒഴിഞ്ഞുകൊടുക്കുന്നതിന് അവർ സാവകാശം ചോദിച്ചിരുന്നു. ഗ്രോവിന്റെ ഏറ്റവും ഇടുങ്ങിയതും ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതുമായ ഒരിടത്തായി ആദം ഒരു ചെറിയ ഷെഡ് നിർമ്മിച്ച് അതിൽ വെടിമരുന്നുകൾ ആവശ്യത്തിന് സംഭരിച്ചുകൊണ്ടാണ് തന്റെ കർമ്മപദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. അനുയോജ്യമായ സമയം സമാഗതമാകുന്നതിനായി ആദം ക്ഷമയോടെ കാത്തിരുന്നു. അലസമായ സമയങ്ങളിൽ ആ യുവാവ് കാസ്ട്രാറഗിസ് കൊട്ടാരത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന ഭീമാകാരമായ പട്ടത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഡയാനാസ് ഗ്രോവിനുള്ളിൽ ഓരോ ദിവസവും കഴിയും തോറും മലപോലെ ഉയർന്നു വരുന്ന മണൽക്കൂമ്പാരത്തിന്റെ രഹസ്യം എന്താണെന്ന് നിശ്ചയമില്ലാതെ ബ്രോയിലെയും പരിസരത്തെയും കൃഷിക്കാരും അവരുടെ കാര്യസ്ഥന്മാരും അമ്പരപ്പിലായിരുന്നു. ആദം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഫോടനത്തിനായുള്ള സമയവും അടുത്തു വന്നു. അതിനു മുമ്പായി കാസ്ട്രാറഗിസിലെ ഗോപുരത്തിൽ സദാസമയവും ചെലവഴിക്കുന്ന മിസ്റ്റർ എഡ്ഗാർ കാസ്വാളുമായി യാദൃശ്ചികമെന്നവണ്ണം ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്നും ആദം ചിന്തിച്ചു. ഇത്തരമൊരു ആഗ്രഹവുമായി ആദം കഴിയുന്നതിനിടയിലാണ് ഒരു ദിവസം പ്രഭാതത്തിൽ കാസ്ട്രാറഗിസ് കൊട്ടാരത്തിലേക്ക് പോകാനായി ലേഡി ആരബെല്ല നടന്നു നീങ്ങുന്നത് അയാൾ കാണാനിടയായത്. അവരോടൊപ്പം താനും കൂടി അങ്ങോട്ടേക്ക് പോരട്ടെ എന്ന് ആരബെല്ലയോട് ചോദിക്കാൻ അയാൾ ഒട്ടും മടി കാണിച്ചതുമില്ല. കുൽസിത ബുദ്ധിക്കാരിയായ ആരബെല്ലയാകട്ടെ ആദത്തിന്റെ ആഗ്രഹം സന്തോഷപൂർവ്വം സ്വീകരിക്കാനും തയ്യാറായി. അങ്ങനെ അവർ രണ്ടാളും വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കാസ്ട്രാറഗിസ് കൊട്ടാരത്തിന്റെ ഗോപുരവാതിക്കലേക്ക് നടന്നു. തന്നെ സന്ദർശിക്കാനായി മിസ്റ്റർ ആദം സാൾട്ടൺ കൊട്ടാരത്തിലേക്ക് വന്നത് കണ്ട മിസ്റ്റർ കാസ്വാളിന്റെ മുഖത്ത് അമ്പരപ്പാണ് ആദ്യമുണ്ടായത്. പിന്നീട് അദ്ദേഹം അയാളെ ആദരപൂർവ്വം സ്വീകരിച്ച് ഗോപുരത്തിന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയി. കൊട്ടാരത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന കൂറ്റൻ പട്ടത്തിനെ നിയന്ത്രിക്കുന്നതിനായി അവിടെ സ്ഥാപിച്ചിട്ടുള്ള യന്ത്ര സംവിധാനങ്ങളുടെ പ്രവർത്തനം കാസ്വാൾ ആദത്തിന് വിശദമായി വിവരിച്ചു കൊടുത്തു. മാത്രവുമല്ല, തന്റെ പട്ടത്തിന്റെ ഗതിവിഗതികളുടെ ചലനത്തിനനുസരിച്ച് പക്ഷികൾ എപ്രകാരമാണ് പ്രതികരിക്കുന്നതെന്ന തന്റെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും അദ്ദേഹം ആദത്തിന് വിവരിച്ചു കൊടുക്കാനും മറന്നില്ല. കാസ്ട്രാറഗിസിൽ നിന്നും ആദവും ആരബെല്ലയും ഒന്നിച്ചു തന്നെയാണ് മടങ്ങിയത്. ഈ മടക്കയാത്രയിൽ ആരബെല്ല ആദത്തിനോട് തനിക്കൊരു അപേക്ഷയുണ്ടെന്ന് മുഖവുരയായി പറഞ്ഞു തുടങ്ങി. ആദം അവരുടെ അപേക്ഷ എന്താണെന്ന് തുറന്നു പറയാൻ അനുവാദം നൽകി. താൻ ഇത്രയും നാൾ സന്തോഷത്തോടെ ജീവിച്ച ഡയാനാസ് ഗ്രോവിലെ കെട്ടിടത്തിനുള്ളിലുള്ള മരണക്കിണറിന്റെ യഥാർത്ഥ ആഴം എത്രയുണ്ടാകുമെന്നറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് ആദത്തിനോട് പറഞ്ഞു. ആരബെല്ലയുടെ ഇത്തരമൊരാഗ്രഹം നിറവേറ്റിക്കൊടുക്കാൻ ആദത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം അവരോടുള്ള ബഹുമാനമോ സ്നേഹമോ ഒന്നുമായിരുന്നില്ല, മറിച്ച് വെള്ളസർപ്പത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ ഇതുവഴി കണ്ടെത്താനാകുമെന്നാണ് ബുദ്ധിമാനായ അയാൾ ചിന്തിച്ചത്. കിണറിന്റെ ആഴം ശാസ്ത്രീയമായി നിർണ്ണയിക്കുന്നതിനായി ലണ്ടനിൽ നിന്നും ആവശ്യത്തിന് നീളമുണ്ടായിരുന്ന ഒരു കെൽവിൻ ശബ്ദമാപിനി വരുത്തിച്ചു. അതിന് ചക്രത്തിലൂടെ ബന്ധിപ്പിച്ചിരുന്ന വയർ കിണറിന്റെ അടിത്തട്ടിൽ വരെ എത്തുന്നുണ്ടെന്ന് അയാൾ ഉറപ്പാക്കുകയും ചെയ്തു. ഇനി തന്റെ യഥാർത്ഥ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ദിവസവും കാത്ത് ആദം ക്ഷമാപൂർവ്വം സമയം ചെലവഴിച്ചു. ഇത്തരം കാര്യങ്ങളുമായി ആദം ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ മെഴ്സി ഫാമിലും കാര്യങ്ങൾ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളോടെയാണ് നടന്നിരുന്നത്. തന്റെ സഹോദരിയുടെ അഭാവം ലില്ലയുടെ മനസ്സിൽ വേദനയുണ്ടാക്കിയെങ്കിലും അതൊന്നും ഫാമിന്റെ ദൈനംദിന ചിട്ടകളിലും പ്രവർത്തനങ്ങളിലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അവർ തമ്മിലുള്ള വേർപിരിയലിന്റെ തുടക്കത്തിലുള്ള ആഘാതം ക്രമേണ ഇല്ലാതാവുകയും കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തുകയുമായിരുന്നു. ഇവിടെ മിമയുടെ പെട്ടെന്നുള്ള വേർപിരിയൽ ലില്ലയുടെ ചിന്തകളിലും കാര്യമായ മാറ്റങ്ങളുണ്ടാക്കി. തനിക്കും മിമയെപ്പോലെ ഒരു ഇണയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് അവൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ മറ്റു വഴികളൊന്നും അവശേഷിക്കുന്നില്ലെന്നും അവൾ തിരിച്ചറിയുകയായിരുന്നു. എന്നാൽ മെഴ്സി ഫാമിൽ ആരും തന്നെ അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നില്ല. മിസ്റ്റർ എഡ്ഗാർ കാസ്വാളിൻ്റെ സ്വഭാവവും അയാളുടെ ആകാരവും ലില്ലയ്ക്കൊരിക്കലും അംഗീകരിക്കാനാവുന്നുമില്ല. മിമയുമായി അയാൾ നടത്തിയ ബലപരീക്ഷണം തന്നെ വേദനിപ്പിക്കുകയും തൻ്റെ മാനസിക നിലയെ അത് തകരാറിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഭയപ്പെടുത്താൻ മാത്രമേ ഉതകിയിട്ടുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും മിസ്റ്റർ കാസ്വാൾ അഭിജാത്യ കുലജാതനും സമ്പന്നനുമായ ഒരു യുവാവാണ്. തന്നെപ്പോലുള്ള ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്കും അപ്പുറത്താണ് അയാളുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ആ വഴിക്കാണ് നീങ്ങുന്നതെങ്കിലും അത് സ്വീകരിക്കാൻ അവൾ മനസ്സുകൊണ്ട് തയ്യാറായിരുന്നു. എന്നാൽ കാര്യങ്ങൾ അവളുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും അനുയോജ്യമായ തരത്തിലായിരുന്നില്ല നീങ്ങുന്നതെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ലേഡി ആരബെല്ലയ്ക്ക് മിസ്റ്റർ കാസ്വാളിനോടുള്ള അടങ്ങാത്ത ആസക്തിയും
അതേ സാഹചര്യത്തിൽ തന്നെ മിസ്റ്റർ കാസ്വാളിന് തന്നെപ്പോലുള്ള ഒരു പെൺകുട്ടിയോടുള്ള താല്പര്യമില്ലായ്മയും അവളെ ദുഃഖാകുലയാക്കി. മാത്രവുമല്ല, നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ ദുഃഖപൂർണ്ണമാക്കാൻ സാധ്യതയുള്ള എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ മനസ്സ് സൂചന നൽകിയിരുന്നതും അവളെ ആശങ്കപ്പെടുത്തി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് താൻ വൈകുന്നേരത്തെ ചായകുടി സമയത്ത് മെഴ്സി ഫാം സന്ദർശിക്കുന്നതിന് ആഗ്രഹിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് കാസ്വാളിൻ്റെ ഒരു കത്ത് ലില്ലയ്ക്ക് ലഭിക്കുന്നത്. തൻ്റെ കുടുംബത്തിന് ഇന്നാട്ടിലുള്ള സ്ഥാനമഹിമയ്ക്ക് കോട്ടം തട്ടുന്ന വിധം എഡ്ഗാർ കാസ്വാളിനോട് താൻ പെരുമാറുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അദ്ദേഹത്തിന് അലോസരമുണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തിയും ഇത്തവണ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് അവൾ നിശ്ചയിച്ചുറപ്പിക്കുകയും ചെയ്തു. ഇതേ അവസരത്തിൽ തന്നെ തൻ്റെ സഹോദരി മിമയുടെ അസാന്നിധ്യം അവളെ ഭയപ്പെടുത്തുകയും ചെയ്തു. കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ തൻ്റെ ഏറ്റവും വലിയ ആശ്രയം അവളായിരുന്നു. അവളുടെ സ്നേഹവും പരിലാളനയും ആവോളം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. കളങ്കമില്ലാത്തതാണ് അവളുടെ കരുതലും സ്നേഹവും. അവളുടെ ധൈര്യം ഒന്നു മാത്രമാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നത്. ഏറ്റവും സ്നേഹമസൃണമായ ആ കൈത്താങ്ങാണ് ഇപ്പോൾ തന്നിൽ നിന്നും അകന്നുപോയിരിക്കുന്നത്. ആ സ്ഥാനം ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നത് ദുർനിമിത്തങ്ങളും വേദനകളും മാത്രമാണ്. വേദനാജനകമായ ഒരു ശൂന്യത മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. തൻ്റെ ഹൃദയത്തിൻ്റെ വേദനയുടെ ആഴം എത്രമാത്രമാണെന്നും എനിക്കറിയാം. എങ്കിലും എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. കർത്തവ്യങ്ങൾ പാലിക്കുന്നതിന് വളരെയേറെ പ്രാധാന്യം നൽകിയാണ് തന്നെ വളർത്തിയതും. അതുകൊണ്ട് തന്നെ തന്നെ വ്യക്തിപരമായി തളർത്തുന്ന എന്തെല്ലാം സംഭവിച്ചാലും തന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യ നിർവഹണത്തിന് യാതൊരു കോട്ടവും തട്ടരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ആത്മനിയന്ത്രണം പാലിക്കാനുള്ള കടുത്ത തീരുമാനം അവളെ വലിയ മാനസിക സംഘർഷത്തിലേക്കാണ് തള്ളിവിട്ടത്. ഓരോ നിമിഷം കഴിയും തോറും താൻ കൂടുതൽ ദുർബലയും രോഗിയുമായി പരിണമിക്കുകയാണെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. അത് തീർത്തും ശരിയായിരുന്നു. അവൾ ഉത്കണ്ഠാകുലയും ആവശ്യത്തിലധികം പരിഭ്രാന്തിയിലും എത്തിച്ചേർന്നിരുന്നു. അവളുടെ ദുഃഖത്തിൻ്റെ ആഴം പെട്ടെന്ന് പ്രതിഫലിച്ചത് അവളുടെ കണ്ണുകൾക്ക് ചുറ്റുമാണ്. അവിടം ക്രമാതീതമായി കറുത്തു തുടങ്ങി. മുഖം വിളറി വെളുത്തു വന്നു. ചുണ്ടുകൾ വരണ്ടു തുടങ്ങി. ശരീരമാസകലം പറഞ്ഞറിയിക്കാനാവാത്ത വിധം ദുർബലമായിക്കൊണ്ടിരുന്നു. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ സഹായത്തിന് ഓടിയെത്തുമായിരുന്ന മിമയാകട്ടെ ഇപ്പോൾ തന്നിൽ നിന്നും വളരെ അകലേക്ക് പോയിരിക്കുന്നു. താൻ നേരിടാൻ പോകുന്നത് ഏറ്റവും വലിയ ബലപരീക്ഷണമാണ്. ഈ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ച് അതിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കാമെന്ന ചിന്തയായിരുന്നു അവളിൽ ഏത് സമയവും ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവളുടെ ആത്മവിശ്വാസം ചോർന്നൊലിച്ചുപോയി. എപ്പോഴും തൻ്റെ രക്ഷയ്ക്കോടിയെത്തുന്ന സഹോദരി മിമ ഇപ്പോൾ ഈ നിമിഷം തൻ്റെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ അവൾ തന്നെ ഈ ആപത്തിൽ നിന്നും അനായാസം കൈപിടിച്ച് കയറ്റുമായിരുന്നുവെന്ന് അവൾ വേദനയോടെ ഓർത്തു. ലില്ല പറഞ്ഞ സമയത്ത് തന്നെ മിസ്റ്റർ കാസ്വാൾ മെഴ്സി ഫാമിലെത്തി. മിസ്റ്റർ കാസ്വാൾ മെഴ്സി ഫാമിലേക്ക് നടന്നെടുക്കുന്നത് കാണാനായ നിമിഷത്തിൽ അവൾ അനുഭവിച്ച മാനസിക സംഘർഷം വിവരണാതീതമായിരുന്നു. അത് ആരിലും സഹതാപം ഉണ്ടാക്കുന്നതായിരുന്നു. അവളുടെ ശരീരം അപ്പാടെ തളർന്നു പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. എങ്കിലും തൻ്റെ തളർച്ചയും മാനസിക സംഘർഷവും ഒരു കാരണവശാലും പുറത്തു കാണിക്കാതിരിക്കാൻ അവൾ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്രകാരം തികച്ചും സ്വാഭാവികമായിട്ടെന്ന വണ്ണം കൂടിക്കാഴ്ചയുടെ ആദ്യഘട്ടം അവസാനിക്കുകയും ചെയ്തു. ക്രൂരനും പൈശാചിക രൂപിയുമായ വൂലങ്കി എന്ന മനുഷ്യക്കോലം തൻ്റെ യജമാനനെ സേവിച്ചുകൊണ്ട് കാസ്വാളിൻ്റെ നിഴലായി ഉണ്ടാകുമെന്ന് അവൾ ശങ്കിച്ചിരുന്നു. അത്തരമൊരു ചിന്ത തന്നെ അവളെ അസ്വസ്ഥയാക്കി. എന്നാൽ ഇത്തവണ അവൻ്റെ രൂപം കാണാനിടയാവുകയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ അവളുടെ ചുമലിൽ നിന്നും ഒരു വലിയ ഭാരം ഇറക്കി വയ്ക്കപ്പെട്ടതുപോലെയാണ് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ മിസ്റ്റർ കാസ്വാളിനൊപ്പം ലേഡി ആരബെല്ലയുടെ സാന്നിധ്യം കൂടി ഉണ്ടാകുമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരുന്നുവെങ്കിലും അവരുടെ അഭാവവും അവളുടെ അസ്വസ്ഥതകളുടെ ആക്കം കുറയ്ക്കാൻ ഉപകരിച്ചു. മിസ്റ്റർ കാസ്വാളിൻ്റെ മുഖഭാവത്തിനു മാത്രം പഴയതിൽ നിന്നും യാതൊരു മാറ്റവും കണ്ടില്ല. അത് പച്ചിരിമ്പ് പോലെ ദൃഢമായി തന്നെ കാണപ്പെട്ടു. ദയയുടെ കണിക ആ മുഖത്തെ ലെവലേശം പോലും കാണാനായില്ല. അയാളുടെ കഴുകൻ കണ്ണുകൾ തൻ്റെ ശരീരത്തിലൂടെ ഒരു ചാട്ടുളി കണക്കെ തുളച്ചു കയറുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. അത് അവളെ ഭയപ്പെടുത്തി. അയാളുമായുള്ള കൂടിക്കാഴ്ചയുടെ തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ഓർത്തപ്പോൾ അവൾ വിറച്ചുപോയി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും കൂടിക്കാഴ്ചയുടെ ആദ്യഘട്ടത്തിൽ മിസ്റ്റർ കാസ്വാൾ സൗമ്യതയും മാന്യതയും കൈവിടാതിരിക്കാൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മാസ്മരികമായ പ്രകടനത്തിന് മുന്നിൽ പതറാതെ ആ പെൺകുട്ടി പിടിച്ചു നിൽക്കുകയും അവളുടെ മനോവീര്യം വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ കാസ്വാളിൻ്റെ ആത്മനിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ ലില്ലയാകട്ടെ കഴിഞ്ഞ തവണത്തെ അനുഭവവും തൻ്റെ ജന്മസിദ്ധമായ കഴിവുകളും ഒന്നായി പ്രകടിപ്പിച്ചുകൊണ്ട് കാസ്വാളിനെ നേരിടാൻ ഉറച്ചിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. രണ്ടുപേരും തങ്ങളുടെ മാസ്മരിക ശക്തിയുടെ വിവിധ ഭാവങ്ങളെ പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്പരം പോരാടി നിന്നു. ഈ പോരാട്ടത്തിൻ്റെ അന്തിമവിധി എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പോലും ആകാത്ത വിധം സങ്കീർണമായിരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് മാറി. ഇപ്പോൾ കാസ്വാൾ തൻ്റെ പ്രതിയോഗിയുടെ മേൽ അതീശത്വം നേടുന്നതാണ് കണ്ടത്. അയാളുടെ ശക്തി വർദ്ധിച്ചു വരികയും സ്ത്രീ എന്ന പരിമിതി അവൾക്കുമേൽ പിടിമുറുക്കാൻ തുടങ്ങുകയും ചെയ്തു. അവളുടെ പോരാട്ട വീര്യം പതുക്കെ ചോർന്നു പോകാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് തൻ്റെ കഴിവ് മുഴുവനും പ്രകടിപ്പിക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് നിരാശയും സങ്കടവും അനുഭവപ്പെട്ടു. അവളുടെ ശരീരം തളർന്നു തുടങ്ങി. കണ്ണുകൾ കൂമ്പിയടഞ്ഞുകൊണ്ട് അവൾ തളർച്ചയുടെ പാരമ്യത്തിലേക്ക് കണ്ടുപോകുന്നത് സന്തോഷത്തോടെ മിസ്റ്റർ കാസ്വാൾ നോക്കി നിന്നു. എതിരാളിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള അവളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ പൂർണ്ണമായും തളർന്നു പോകുന്നതിന് മുമ്പ് തന്നെ അവൾ ജനാലയിലൂടെ മറ്റൊരു കാഴ്ച കൂടി കാണാനിടയായി. ലേഡി ആരബെല തിടുക്കത്തിൽ അങ്ങോട്ടേക്ക് നടന്നെടുക്കുന്നതാണ് അവൾ കണ്ടത്.
പതിവ് പോലെ വെള്ള വസ്ത്രത്തിനുള്ളിൽ തൻ്റെ അംഗലാവണ്യം പൂർണ്ണമായും വ്യക്തമാകത്തക്ക വിധത്തിലാണ് ആരബെല്ലയുടെ വരവ്. അതാകട്ടെ അവരുടെ സർപ്പതുല്യമായ സൗന്ദര്യത്തെ എടുത്തു കാണിക്കുകയും ചെയ്തു. ആരബെല്ലയുടെ വരവ് അവളെ പെട്ടെന്ന് തന്നെ ഉണർത്തി. ഇത്രയും നേരം തന്നിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ശക്തിയെ തന്നിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ അവൾ പരിശ്രമിച്ചു. അവൾ പഴയ ലില്ലയായി മാറി. കൂടുതൽ ഉല്ലാസവതിയായി അവൾ കാസ്വാളിൻ്റെ മാസ്മരിക വിദ്യയ്ക്ക് നേരെ പ്രതിരോധം ഉയർത്തി. എന്നാൽ ആരബെല്ലയുടെ വരവ് കാസ്വാളിനെയും ഉത്തേജിപ്പിച്ചു എന്നതാണ് ശരി. അയാളുടെ കരുത്ത് ഇപ്പോൾ ഇരട്ടിക്കുകയും അതിനു മുന്നിൽ ലില്ലയുടെ ബുദ്ധിശക്തിയുടെ കരുത്ത് അരിഞ്ഞു പോവുകയും ചെയ്തു. അവൾ വീണ്ടും തളർന്നു തുടങ്ങി. അവളുടെ ശരീരം ഒരു പ്രേതത്തിൻ്റെ ശരീരം പോലെ വിളറി വെളുത്തു വന്നു. എല്ലാ ശക്തിയും പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും ഇല്ലാതായി. അവൾ വീണ്ടും സർവനാശത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങുകയായിരുന്നു. അത്ഭുതമെന്ന് പറയാം, ആ നിമിഷത്തിലാണ് മെഴ്സി ഫാമിൻ്റെ പടി കിടന്ന് മിമ അങ്ങോട്ടെത്തിയത്. ആ കാഴ്ച അവളെ ആനന്ദിപ്പിച്ചു. വീഴ്ചയിൽ നിന്നും അവൾ പൊടുന്നതിനെ എഴുന്നേൽക്കാൻ തുടങ്ങി. മിമയാകട്ടെ അങ്ങോട്ടേക്ക് ഓടിക്കതച്ചാണ് എത്തിയത്. അവളെ കണ്ട മാത്രയിൽ തന്നെ ലില്ല അവൾക്ക് നേരെ പായുകയും അവളുടെ കരങ്ങളിൽ മുറുകെ പിടിക്കുകയും ചെയ്തു. ഇരുവരും കെട്ടിപ്പിടിച്ചുകൊണ്ട് അല്പനേരം നിന്നു. ഈ സമയത്ത് ലില്ലയുടെ ശരീരത്തിലേക്ക് ഒരു വൈദ്യുത പ്രവാഹം എന്ന പോലെ അസാധാരണമായൊരു ശക്തിവിശേഷം പ്രവഹിക്കാൻ തുടങ്ങി. അവൾ തൻ്റെ വലതു കൈ മിസ്റ്റർ എഡ്ഗാർ കാസ്വാളിൻ്റെ മുഖത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചു. ഒരു മജീഷ്യൻ തൻ്റെ മാന്ത്രിക വടി ചൂണ്ടിപ്പിടിക്കുന്നത് പോലെയാണ് അത് തോന്നിപ്പിച്ചത്. പെട്ടെന്ന് തന്നെ കാസ്വാളിൻ്റെ സർവ്വശക്തിയും ചോർന്നൊലിച്ചു. അയാൾ പിന്നിലേക്ക് നീങ്ങാൻ തുടങ്ങി. മീമ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ വാതിലടച്ചിരുന്നില്ല. ആ വാതിലിലൂടെ പുറത്തേക്ക് നടന്നു നീങ്ങിയ മിസ്റ്റർ കാസ്വാൾ പെട്ടെന്ന് തന്നെ മെഴ്സി ഫാമിൻ്റെ മണൽപ്പരപ്പിലേക്ക് കുഴഞ്ഞു വീണു. ഇടിവെട്ടേറ്റവനെ പോലെ അയാൾ നിശ്ചലനായി അവിടെ മലർന്നു കിടന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ലില്ലയും അവിടെ തന്നെ കുഴഞ്ഞു വീണു.